വെൽക്കം ബാക്ക് ടു ധാറ്റമസി യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ടൈറ്റിൽ ഓൾറെഡി കണ്ടതുപോലെ, നിങ്ങളുടെ എന്ത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലൂടെ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്ത് ലെസണാണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങളുടെ ഒരു ആർക്കിടൈപ്പ് എനർജി ഈ ഒരു സമയം എന്താണ്, എന്തിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടത്, കൂടാതെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആൻഡ് അഫർമേഷൻ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ 3 പൈൽസ് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് കാർഡ് നമ്പർ 1 ഇൻറ്റ്യൂഷൻ, ദിസ് ഇസ് കാർഡ് നമ്പർ 2 ദ വെയിറ്റിംഗ് ഗെയിം, ദിസ് ഇസ് കാർഡ് നമ്പർ 3 ദ സ്പിരിറ്റ് യൂണിയൻ. നിങ്ങൾക്കുള്ള പൈൽസ് എല്ലാം നമ്മളിവിടെ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട്, ഷഫ്ലിംഗ് ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കാർഡ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് ഞാനിവിടെ കാർഡ്സ് കാണിക്കാം. ഇത് ജെൻറ്റിൽനെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. ഏത് സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വീഡിയോ മുന്നിലെത്തുന്നത്, ആ ഒരു സമയത്തായിരിക്കും ആക്ച്വലി നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്സ് ഒന്ന് ക്ലോസ് ഷോട്ടിൽ കാണിക്കാം. ദിസ് ഇസ് കാർഡ് നമ്പർ 1 ഇൻറ്റ്യൂഷൻ, ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 2 ദ വെയിറ്റിംഗ് ഗെയിം, ആൻഡ് ദിസ് ഇസ് കാർഡ് നമ്പർ 3 ദ സ്പിരിച്വൽ യൂണിയൻ. സോ ഇതിൽ നമ്പർ വന്നിരിക്കുന്നത് 3 കാർഡ്സിനും നമ്പർ 2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ പിക്ചർ നോക്കി സെലക്ട് ചെയ്യാം, അതല്ല എങ്കിൽ നിങ്ങൾക്കിതിൻ്റെ നെയിംസ് ഇൻറ്റ്യൂഷൻ, ദ വെയിറ്റിംഗ് ഗെയിം ആൻഡ് ദ സ്പിരിച്വൽ യൂണിയൻ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിൽ പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിൽ നിങ്ങളുടെ കർമ്മത്തെ ആസ്പദമാക്കിയിട്ട് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചലഞ്ച്, ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ചലഞ്ചാണ് നമ്മളുടെ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അതിനുള്ള പരിഹാരം, അതായത് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് മനസ്സിലാക്കി അവിടെ നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് വഴി നിങ്ങളുടെ സോളിന് എവല്യൂഷൻ സംഭവിക്കുന്നു. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിവുകൾ ഉണ്ടായി അവയർനെസ്സിലേക്ക് സോൾ വരുന്നു, നിങ്ങളുടെ ഹയർ സെൽഫിലേക്ക് കൂടുതൽ കൂടുതൽ കണക്റ്റ് ചെയ്യപ്പെടുന്നു. ഓരോരോ പാസ്റ്റ് ലൈഫ് കർമ്മകൾ ഫിനിഷ് ചെയ്യും തോറും നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ടുള്ള നിങ്ങളുടെ ലോവർ സെൽഫ്, അതായത് നിങ്ങളിപ്പോൾ ഉള്ളതായിട്ടുള്ള അവസ്ഥയാണ് ലോവർ സെൽഫ്, ആ ലോവർ സെൽഫിന് ഹയർ സെൽഫിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ അറിയേണ്ടത്, തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാർഡ്സ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി കാർഡ് നമ്പർ 1 ഇൻറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, യെസ്, ഗ്രൂപ്പ് നമ്പർ 1. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആർക്കിടൈപ്പ് എനർജി, നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള മേജർ ഇഷ്യൂസിൻ്റെ ഒരു തുറന്ന കാഴ്ച എന്താണ് എന്നുള്ളതാണ്. ആൻഡ് വി ഗോട്ട് ദ ഫാദർ. ഓക്കെ, ഇത് മാസ്കുലൈൻ എനർജിയാണ്. ഓക്കെ, നമുക്കിത് ആക്ച്വലി ഇത് റിവേഴ്സ് ആയിട്ടാണ് ലഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡാർക്ക് സൈഡിലാണ് നമുക്ക് എനർജി ഇരിക്കുന്നത്. ഈ മാസ്കുലൈൻ എനർജിക്ക് ഒരു ഡ്യുവാലിറ്റി ഉണ്ട്, അതായത് ഇമോഷണലി ഒട്ടും വൾണറബിൾ ആകാൻ സാധിക്കുകയില്ല, എല്ലാ സിറ്റുവേഷൻസിനെയും സ്വയം കൺട്രോൾ ചെയ്യണം, അതായത് ഔട്ട്കം, റിസൾട്ട്, അതിനെയെല്ലാം കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു തോട്ടൊക്കെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു റിവേഴ്സ് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാർക്ക് സൈഡ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ വൾണറബിൾ ആകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഫാദർ ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ബാലൻസിങ് ആണ്,
കമ്മിറ്റ്മെൻ്റ് ആണ്, റെസ്പോൺസിബിലിറ്റി ആണ്, ലോജിക്കൽ തിങ്കിങ് ആണ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഇതാണ് വേണ്ടത്. എന്നാൽ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിൽക്കുമ്പോൾ എല്ലാത്തിനെയും എൻ്റെ ഒരു ഈഗോ കൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അത് പോകണം എന്നുള്ളൊരു തോട്ട്. അപ്പം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു മാസ്കുലൈൻ പ്രസൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം ആ ഒരു എനർജിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. അത് രണ്ടുമാവാം. സോ ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു മാസ്കുലൈൻ പ്രസൻസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ ബ്രദറോ അല്ലെങ്കിൽ സ്പൗസോ കലീഗ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റേറ്റീവ് ബോസായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെ ആരുമാവാം. ഇവിടെ ഒരു കൺട്രോൾ ഒരു ഇവരുടെ ഒരു കൺട്രോളിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ എനർജിയുടെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് കാര്യത്തിനോടും ഒരു അഡിക്ഷൻ, നമുക്ക് ഒരു അഡിക്ഷനിൽ നിന്ന് മറ്റൊരു അഡിക്ഷനിലേക്ക് പോകാൻ വളരെ ഈസിയാണ് അല്ലേ. അതിനെ നമ്മൾ പാറ്റേൺ എന്ന് വിളിക്കും. അതായത് ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടായി, അത് ബ്രേക്കായി, അതിനുശേഷം അടുത്തതിലേക്ക് പോകുന്നു, അത് ബ്രേക്കായി, ഇതിനെ നമ്മൾ പാറ്റേൺ എന്ന് വിളിക്കും. ഇത് നിങ്ങൾക്കൊരു മേജറായിട്ടുള്ളൊരു ഗോളുണ്ട്, അത് നിങ്ങൾ അൺഐഡൻറ്റിഫൈഡ് ആണ്. അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആ ഒരു ഗോള് നിങ്ങൾക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ ഗോൾ എന്താണ്? നിങ്ങളുടെ ആത്മാവിൻ്റെ ഗോളാണ്. അത് നിങ്ങളിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്താത്തതിൻ്റെ റീസണും നിങ്ങൾ എല്ലാത്തിൻ്റെ അകത്തും കൺട്രോൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ വേണം. ഒരു സറണ്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. എല്ലാ കാര്യവും എൻ്റെ പ്ലാനിങ്ങിൽ വരാൻ സാധിക്കും എന്നുള്ളത് അത് മനസ്സിലാക്കുക. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അൺസർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ അൺസർട്ടണിറ്റിയെ ഭയപ്പെടാതിരിക്കുക. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ കടന്നു പോകുന്നവർ തന്നെയാണ്. ആ സിറ്റുവേഷൻസിൽ നമ്മളൊന്ന് സറണ്ടർ മോഡിൽ നിന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ട ഔട്ട്കം കൊണ്ടുവരും. പക്ഷെ ഞാൻ നിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് റൈറ്റ് അല്ലേ, ഇനി റൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ റൈറ്റ് ആക്ഷൻ ഐ ഷുഡ് ബി ടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പം ആക്ച്വലി നിങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ജസ്റ്റിസുമായിട്ട് ഒട്ടും അലൈൻഡ് ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ എന്ത് പറ്റും? ഈ സാഹചര്യം കൂടെ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ അവിടുത്തെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത സാഹചര്യത്തിൽ ചെന്നിട്ട് അതിനെക്കാട്ടിലും കൂടുതൽ പെർഫെക്റ്റ് ആക്കാൻ നോക്കും. ആ സാഹചര്യം നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ ഇവിടെ ആ ഒരു കൺട്രോളിങ് നേച്ചർ, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഭയം, ഈഗോ, അതിലും വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് എനർജിയിലേക്കാണ് കണക്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മോത്ത് സ്പിരിറ്റ്, സറണ്ടർ നൗ. എക്സാക്ട്ലി അതാണ്. ഒരു അഡിക്ഷനിൽ നിന്ന് മറ്റൊരു അഡിക്ഷനിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. ഒരു ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ജോലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങളത് റിസൈൻ ചെയ്യും, നിങ്ങൾ അടുത്ത ജോലിയിൽ ചെന്നു, അവിടെ നിങ്ങൾക്ക് അടുത്ത വിഷയമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ ജോലിയിൽ സാലറി ഇഷ്യൂ ആയിരിക്കും, രണ്ടാമത്തെ ജോബിൽ നിങ്ങളുടെ കലീഗ്സിൻ്റെ ഇഷ്യൂസ് ആയിരിക്കും, മൂന്നാമത്തെ ജോബിൽ നിങ്ങൾക്ക് ആ സാഹചര്യമേ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ റിസൈൻ ചെയ്ത് പോവാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒക്കെ ഒരു പാറ്റേൺ അവിടെ നിഴലിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഓവറായിട്ട് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വർക്കിലോ നിങ്ങളുടെ പാഷനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യത്തിലോ ലൈഫിലും ടോട്ടാലിറ്റിയിലും ഒക്കെ കുറച്ചൊരു ലൂസണപ്പ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു മെഷീനൊന്നുമല്ല. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യാനും പ്ലാൻ അനുസരിച്ച് ഇൻപുട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള ഔട്ട്കം തരാനൊരു പ്രോഗ്രാംഡ് മെഷീനൊന്നുമല്ല നിങ്ങൾ. യു ആർ എ ഹ്യൂമൻ ബീങ് ആൻഡ് യു ആർ അലൗഡ് ടു ബി ഫ്ലോഡ്. നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം, അതിനെ നമ്മളെങ്ങനെ കറക്റ്റ് ചെയ്ത് ആ മൊമെൻ്റ് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതല്ലാതെ നിങ്ങളൊരു ഔട്ട്കം പെർഫെക്റ്റ് ആക്കി ഉണ്ടാക്കിയെടുത്തു 10 വർഷം കൊണ്ട്, പക്ഷേ ഈ 10 വർഷവും നിങ്ങൾക്ക് ലൈഫില്ല എന്ന് പറഞ്ഞാൽ, ഒരു മൊമെൻറ്റ്സ് ഓർത്ത് വെക്കാനില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ജീവിതം കൊണ്ട് എന്ത് നേടുന്നു? എന്തർത്ഥമാണ് നിങ്ങളുടെ ലൈഫിന് ഉള്ളത്? ഇത് നിങ്ങൾക്ക് കുറേ കമ്പൽസീവ് ടെൻഡൻസീസ് കൊണ്ടുതരുമെന്ന് മാത്രമാണ് ഇതിൻ്റെ എൻഡ് റിസൾട്ട്.
ഇവിടെ വേണ്ടത് മോഡറേഷനാണ്. എല്ലാ കാര്യത്തിൻ്റെ അകത്തും ഒരു മോഡറേഷൻ, ഒരു ബാലൻസ്. അതിന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ഇസ് ഇൻറ്റ്യൂഷൻ. സോ ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു. അപ്പോൾ മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻറ്റ്യൂഷൻ കുറച്ചുകൂടെ കണക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആ ഫാദർ എനർജി ഇസ് ആക്ച്വലി ഗുഡ്, പക്ഷെ അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്നതാണ് ഇവിടെ വിഷയമുള്ളത്. ഇതിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലേക്കും, അതായത് ഇതിനർത്ഥമില്ല നിങ്ങൾ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്യരുത് എന്നല്ല. ഈ ഒരു സമയം ഇമോഷൻസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. ഇമോഷൻസ് റൈറ്റ് ആണോ എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ സോളിൻ്റെ താല്പര്യം എന്താണ്, അത് നിങ്ങളുടെ പാഷനായിട്ട് നിങ്ങൾക്ക് വരും. പക്ഷെ അത് വന്നു പാഷനായിട്ട് എന്നിരിക്കെ, അത് ചിലപ്പോൾ ഒരു ജോലിയായിരിക്കാം, ചിലപ്പം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് ഇഷ്ടമാണ്, പാഷനേറ്റ് ആണ് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഒരു റൈറ്റുമില്ല ഇതിൻ്റെ ഔട്ട്കം കൺട്രോൾ ചെയ്യാൻ. അത് നിങ്ങളെടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് തനിയെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഔട്ട്കം എന്താണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ടി നിങ്ങൾ സന്തോഷപൂർവ്വം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊരു വാശിയായിട്ടോ അല്ലെങ്കിൽ ഇതാണ്, ഇതില്ലെങ്കിൽ ഞാൻ സന്തോഷം കണ്ടെത്താൻ എനിക്ക് പറ്റില്ല, എനിക്ക് സന്തോഷമില്ല, ഈ ഔട്ട്കമാണ് എനിക്ക് വേണ്ടത്, ഇതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് അക്സെപ്റ്റബിൾ അല്ല, നത്തിങ് മോർ ഓർ നത്തിങ് ലെസ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പല കാര്യത്തിൽ നിന്നും വിട്ടുപോകാനും ലൈഫ് നിങ്ങൾക്ക് ഒരു വലിയ കാർമിക് ചാലഞ്ചായി മാറാനുമുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു ബ്ലെസ്സിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇത് ബ്രഹ്മചാരി, യുവർ ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക് വിൽ ബി ഫ്രൂട്ട്ഫുൾ. യെസ്, നിങ്ങൾക്ക് എടുക്കുന്ന ഹാർഡ് വർക്കിനും നിങ്ങളുടെ ഈ ഒരു ഡിറ്റർമിനേഷനുമുള്ള റിസൾട്ട് ഡെഫിനറ്റ്ലി അത് ലഭിക്കും. എപ്പോഴും ഓർക്കുക, കോസ് ആൻഡ് എഫക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വർക്ക് നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുക്കുക. നല്ല റിസൾട്ട്, വിചാരിക്കുന്നതിലും വ്യത്യസ്തമായ റിസൾട്ട് വലിയ രീതിയിൽ തന്നെ ലഭിക്കും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. പക്ഷേ ഇന്നൊരു വ്യക്തിയുമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു റിലേഷൻ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ജീവിതത്തിലൊരു നല്ല റിലേഷൻഷിപ്പും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അവിടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു അതിൻ്റെ ഔട്ട്കം. നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പിനുള്ള നിയോഗം ഉണ്ടായിരിക്കാം, പക്ഷെ അത് ഈ വ്യക്തിയുമായിട്ടായിരിക്കില്ല. അതുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കൂടെ പഠിക്കുക. ആൻഡ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉപയോഗിക്കാവുന്നതാണ്. ഐ എം ഫ്ലോയിങ് വിത്ത് ലൈഫ് ആൻഡ് ലെറ്റിംഗ് ഗോ ഓഫ് കൺട്രോൾ. വാവ്, സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് വേണ്ട റൈറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ്. ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എൻഗൾഫ് ദിസ് അഫർമേഷൻ, ഇത് മനസ്സിലേക്ക് അങ്ങോട്ട് എടുക്കുക. ലൈക്ക് ഇത് ലിറ്ററലി ഇത് മനസ്സിൽ കൊടുക്കുക. ഐ എം ലെറ്റിംഗ് ഗോ ഓഫ് എനിത്തിങ് ദാറ്റ് ഐ എം കൺട്രോളിങ് എന്നുള്ളത് മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക. ആൻഡ് ജസ്റ്റ് സറണ്ടർ, ഫ്രീ ഫ്ലോ ചെയ്യുക. അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് വേണം, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെ വേണം, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് റെസണേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 ദ വെയിറ്റിംഗ് ഗെയിം സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് കടക്കാം.
യെസ്, ഗ്രൂപ്പ് നമ്പർ 2 ദ വെയിറ്റിംഗ് ഗെയിം സെലക്ട് ചെയ്ത നിങ്ങൾക്ക് ഉള്ള ഒരു കാർമിക് സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ വി ഗോട്ട് യുവർ ആർക്കിടൈപ്പ് എനർജി. ഓക്കെ, കൈറോസ് ആണ് വന്നിരിക്കുന്നത്. ഇത് സിങ്ക്രണസിറ്റിയെ സൂചിപ്പിക്കുന്നു. ടൈംലെസ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ എർത്ത്ലി ക്ലോക്കിനും ബിയോണ്ട് ആയിട്ടുള്ള ഒരു സമയമുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുള്ളതും വെയിറ്റിംഗ് ഗെയിമാണ്. മനസ്സിലാവുന്നത് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കതിന് മിസ്സായി പോയി. വീണ്ടും വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് അതിലേക്ക് കറക്റ്റായിട്ട് ഇതുവരെ ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ലൂപ്പ് പോലെ നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നത് മനസ്സിലാക്കുക, എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിങ്ങിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം ഒരു ഫ്രൂട്ട്, അത് ഒരു സീഡായി, അത് പിന്നീട് ഒരു മരമായി, അത് കഴിഞ്ഞിട്ടൊരു ഫലമായിട്ട് അത് കുഞ്ഞായിട്ടുണ്ടായി. അത് പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളത് പറിക്കാൻ നിൽക്കില്ല, അത് പഴുക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ചുണ്ടിന് മധുരം അതുണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ നാവിന് മധുരം ഉണ്ടാക്കി തരുന്നത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ അറിയാം, നമുക്കതിന് വിഷമവുമില്ല. കാരണം എന്താണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ റിസൾട്ടുകളും അങ്ങനെയാണ്. നിങ്ങൾ എന്ത് കാര്യമാണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അത് ആ പഴുത്ത ഒരു റൈപ്പൺ അവസ്ഥയിൽ എത്തിയിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആങ്സൈറ്റിയും. എന്നാൽ ഇപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ ഒരു ഫ്രൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ, ഇതുണ്ടായി വരുന്നതും എല്ലാം നിങ്ങൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് വിറ്റ്നസ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആങ്സൈറ്റി ഇല്ലാത്തത്. യു നോ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഇവിടെ ഈ അൺസർട്ടണിറ്റി തന്നെയാണ് നിങ്ങളുടെയും വിഷയം. ഗ്രൂപ്പ് നമ്പർ 2 എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തതാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടക്കാത്തതിലും ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ആ റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം എത്തുന്ന സമയത്ത് ഇത് നിങ്ങളിലേക്ക് അലൈൻഡായി വരും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ഇവിടെ വർക്കായി വരുന്നുണ്ട്. ആൻഡ് അതിന് നിങ്ങൾ കണക്ട് ചെയ്യേണ്ട എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. റൈനോ സ്പിരിറ്റ് ഓവർകം എനി ഒബ്സ്റ്റക്കിൾ എന്നുള്ളതാണ്. ആൻഡ് നമ്പർ 5 ഇറ്റ്സ് എ നമ്പർ ഓഫ് ചേഞ്ച്. ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, പക്ഷേ ഒരു ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ ഈ ഒബ്സ്റ്റക്കിൾ മുന്നിൽ വന്നിരിക്കുന്നത് ഇതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ നടത്തി തരാൻ വേണ്ടിയാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നോ. ശരിക്കുള്ള ആൻസർ ഇങ്ങനെയാണ്, നോട്ട് യെറ്റ് ടൈം. അതല്ലാതെ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് നോ എന്നല്ല. കാരണം നിങ്ങൾക്ക് എന്ത് ഒബ്സ്റ്റക്കിളിനെയും മറികടക്കാനുള്ള ഒരു പവർ ഉണ്ട്. ആ പവർ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ പവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിയിട്ട് കാര്യമുള്ളൂ. അത് എത്തിയാൽ പോരാ, സസ്റ്റെയിൻ ചെയ്യണം, ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ വേറൊരു വിഷയം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉള്ളത്, ഒരുപാട് റിസൾട്ടും റിവാർഡും ഒക്കെ ലഭിക്കുന്നവരാണ് ഗ്രൂപ്പ് നമ്പർ 2. പക്ഷെ നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ചില തോട്ട്സ് ഡിസ്ട്രാക്ഷൻസ് ആയിട്ട് കയറി വരുന്നുണ്ട്. അത് ബോധപൂർവം നിങ്ങളെടുത്ത് മാറ്റുകയും കൂടി വേണം. ഇതും നിങ്ങൾക്ക് ഒരു മെൻ്റൽ ഒബ്സ്റ്റക്കിളാണ്. അപ്പോൾ നിങ്ങളുടെ ഒബ്സ്റ്റക്കിൾസ് എല്ലാം മാറ്റി, ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി, വെൻ യു ആർ കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ്, നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് ഇവിടെ നമുക്ക്
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്ത് നിങ്ങൾ മടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എങ്കിൽ വെരി സൂൺ നിങ്ങൾക്കത് സംഭവിക്കാൻ പോകുന്നുണ്ട്. ലൈക്ക് മേ ബി വിത്തിൻ 1 year നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും ഇവിടെ ഗ്രോത്താണ് ഉണ്ടോ. ഈ ഒരു മരത്തിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞെന്നുണ്ടെങ്കിലും ദിസ് ഈസ് ഗ്രോത്ത് ഹാപ്പനിങ്. എന്താണെങ്കിലും ഈ റിസൾട്ട് നിങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ അത് എത്താൻ വേണ്ടിയിട്ട് ക്ഷമ കാണിക്കുക, പേഷ്യൻസ് ആവശ്യമാണ്. ആ റിസൾട്ട് സ്വീകരിക്കാനുള്ള ഗ്രോത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് ഈ ഒരു സമയം ബ്ലെസ്സിങ് ഓഫ് വിക്ടറി ഓവർ എനിമീസ് എന്നുള്ളതാണ്. ഈ എനിമീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സ് തന്നെയാണ്. പലപ്പോഴും നമ്മളെ വിജയിയാക്കാനും പരാജിതനാക്കാനും സഹായിക്കുന്നത് മനസ്സ് തന്നെയാണ്. നമ്മളുടെ ഉള്ളിലുള്ള എനിമീസ് എന്തൊക്കെയാണ്? ഈ ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുതരുന്ന വേൾഡ്ലി ഇല്യൂഷൻസ്. നമ്മൾ തന്നെ ഉള്ളത് ഒരു മായയിലാണ്. ആ മായയുടെ പുറത്ത് വീണ്ടും മായകളാണ്. അപ്പം മിനിമൈസ് ചെയ്യും. നമുക്ക് മായ ഇല്ലാതാക്കിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാം ഉണ്ട്, എന്നാൽ ആക്ച്വലി ഒന്നുമില്ല. അതാണ് സത്യം. ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ട്. അപ്പോൾ നമുക്ക് ആ മായയെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇല്ലെന്ന് വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. കാര്യം ഇല്ല എന്നുള്ളത് സത്യമാണെങ്കിൽ കൂടിയും നമുക്ക് ആ മായയിൽ പെട്ട് മാത്രം സത്യത്തെ കണ്ടെത്താനേ പറ്റുള്ളൂ ഈ ഒരു ജീവിതത്തിൽ, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനേ പറ്റുള്ളൂ. കാരണം ഇവിടെ വേൾഡ്ലി ഡിസയേഴ്സിൽ നമ്മൾ എല്ലാവരും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം അതിൽ നിന്നൊരു മോചനം ഈ ഭൂമി വിട്ടുപോകുമ്പോൾ മാത്രമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ആ ഇല്യൂഷനെ കുറച്ച് വയ്ക്കുക, മിനിമൈസ് ചെയ്ത് വയ്ക്കുക. ഏറ്റവും പറ്റുന്ന അത്രയും ഓരോരുത്തരും മിനിമൈസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു വിക്ടറി ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിവിടെ എടുത്തു പറയാനായിട്ട് വരുന്നത് ഈ ഒരു കാർഡ് നമ്പർ 2 ഗവൺമെൻറ് ജോബ്സൊക്കെ നോക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഒരുപാട് എക്സാംസ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഫെയിലിയർ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഹോപ്പ് വെച്ച് നിങ്ങൾ വീണ്ടും എഴുതുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഇവിടെ കിട്ടും. എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ കാര്യം തന്നെ വന്നത് എന്നെനിക്കറിയില്ല. അതുപോലെ തന്നെ അബ്രോഡ് പോകാൻ, കരിയർ വൈസ് ഒക്കെ അബ്രോഡ് പോകാൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ റിസൾട്ട് ഉണ്ടാവും. കരിയർ വൈസ് ആണ് എനിക്ക് കൂടുതലും ഒരു എനർജി ഫീൽ ചെയ്തിട്ടുള്ളത് ഗ്രൂപ്പ് നമ്പർ 2. ഈവൻ ദോ ഇത് ചില വ്യക്തികൾക്ക് ലൈഫിൻ്റെ പല കാര്യങ്ങളിലും, അതായത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഫിനാൻസിലാണെങ്കിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് എനിക്കിത് കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്ന അഫർമേഷൻ ഗ്രൂപ്പ് നമ്പർ 2, ഐ ഫൈൻഡ് ലവ് എവ്രിവെയർ ഐ ഗോ, ഇറ്റ് ഈസ് ഓൾ അറൗണ്ട് മീ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ മടുപ്പെന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഡിലേ ആയി വെയിറ്റ് ചെയ്തിട്ട് മടുത്തിനിപ്പോൾ അത് വേണ്ടെന്ന് വിചാരിക്കുന്നൊരു സമയം പോലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു മടുപ്പിനെ മനസ്സിൽ കലരാൻ അനുവദിക്കാതിരിക്കുക. മടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ റൂട്ട് ചക്ര ഡൗൺ ആക്കും. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഹോപ്പ്, നിങ്ങളുടെ ആ ഒരു ആത്മബലം അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ശേഷി, ഇതിനെല്ലാം നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് എല്ലാ സാഹചര്യത്തിലും പഠിക്കാൻ ലെസൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാ സാഹചര്യത്തിനെയും സ്നേഹിക്കാൻ ഒരേപോലെ, അതായത് നമ്മൾ പറയില്ലേ സക്സസ്സിനെയും ഫെയിലിയറിനെയും ഒരേപോലെ എടുക്കാൻ ഒരു വ്യക്തി എന്ന് പഠിക്കുന്നു, ആ ഒരു സമയം തൊട്ട് അവൻ്റെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ടേക്ക് അവന് ഫെയിലിയർ ഇല്ല. അതാണ് ആക്ച്വലി ട്രൂത്ത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിംഗ് ആണ് ആവശ്യം, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ്,
റിലേഷൻഷിപ്പ് ഹീലിംഗ്, അതുപോലെ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കണക്ട് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടാണ്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി റെസ്പോൺസ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 3 സ്പിരിച്വൽ യൂണിയൻ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 3 സ്പിരിച്വൽ യൂണിയൻ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾ എന്ത് കാർമിക് ചലഞ്ചിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്, നിങ്ങളുടെ ഒരു ആർക്കിടൈപ്പ് എനർജി എന്താണ്, അത് നമുക്ക് ആദ്യം നോക്കാം. ആൻഡ് വി ഗോട്ട് ഓക്കെ ദ ജെം. ഇത് നമ്മളുടെ ഒരു സ്റ്റാർ കാർഡിനോട് ചേർത്ത് വെച്ച് നമുക്ക് പറയാം ടാരോ കാർഡ്സിൽ. സോ ഇത് ബേസിക്കലി ഹീലിംഗ് ആണ്. ഇവിടെ ഒരു അന്വേഷണമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഹിഡൻ ജെം കണ്ടെത്താനുള്ള അന്വേഷണം. ഡെഫിനറ്റ്ലി ദിസ് ഈസ് എ സ്പിരിച്വൽ ജേർണി. നിങ്ങളെ തന്നെ കൂടുതൽ വ്യക്തമായി കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജെം എന്ന് പറയുന്നതിന് പല പേരുകൾ നമുക്കിപ്പം ഇപ്പോൾ ഡയമണ്ട് ജെമ്മാണ്, ഗോൾഡ് ജെമ്മാണ്, അല്ലെങ്കിൽ പല സ്റ്റോൺസ്, ഇതെല്ലാമാണ്. പക്ഷെ ഇതൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അത് ഈസി ആയിട്ട് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യമല്ല. നമ്മൾ കുഴിച്ച് എടുക്കുകയാണ് അടിയിൽ നിന്ന്. ആ കുഴിച്ചെടുക്കുന്ന പ്രോസസ്സ് ബുദ്ധിമുട്ടാണ്. ഒരുപാട് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഇത് കിട്ടുന്നത് ഏത് ഫോമിലാണ്? ഡയമണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? നേരെ ഡയമണ്ട് ആയിട്ടല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്. എത്ര പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾക്കത് ഡയമണ്ടായി മാറ്റിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങൾ കാണുന്ന ഏറ്റവും പോളിഷ്ഡ് വേർഷനിൽ എത്താൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇന്നർ ട്രൂത്ത്, അതാണ് നിങ്ങളുടെ ജെം, അതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് പിടിച്ചോ നിങ്ങളുടെ ഇന്നർ ട്രൂത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരിക്കലും കയ്യിലെത്തുകയുമില്ല. ഇത് വളരെ പൊതിഞ്ഞിട്ടായിരിക്കും, അത് വളരെ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുമായിരിക്കും കിട്ടുക. ഇതിന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ആ ഒരു കണ്ണുണ്ടാവണം. കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നു കഴിയുമ്പോൾ മാത്രമാണ് എൻ്റെ ഈ ഒരു അന്വേഷണം ഉണ്ടാകുക എന്ന് തിരിച്ചറിയേണ്ടത് ആദ്യം വേണം. പിന്നെ വരുന്ന ഇൻഫർമേഷൻസിനെ പ്രോസസ്സ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഡീപ്പറായിട്ട് ഡിഗിൻ ചെയ്ത് ഈ സത്യത്തെ തിരിച്ചറിയാനുള്ള കണ്ണാണ് ഉണ്ടാവേണ്ടത്. നമ്മൾക്ക് ഈ രത്നങ്ങളൊക്കെ കുഴിച്ചെടുത്ത് എവിടെയാണെന്ന് കണ്ടെത്താനായിട്ട് പ്രത്യേകമായിട്ടൊരു മാപ്പൊന്നുമില്ല അല്ലേ? നമ്മളതങ്ങ് ശ്രമിച്ച് നോക്കുകയാണ്. ഡിഗ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, താഴേക്ക് പോകുമ്പോൾ കിട്ടുകയാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ സത്യത്തിനെ ഓരോ വ്യക്തികൾക്കും തിരിച്ചറിയാനായിട്ട് പ്രത്യേകമായി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഇല്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതായത് ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ആ രത്നത്തിലേക്ക് എത്തേണ്ട വഴിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കാര്യം ഓരോരുത്തരുടെ രത്നങ്ങളും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെ ഇന്നർ ട്രഷർ അത് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഉള്ള നിയോഗങ്ങളല്ല, സത്യങ്ങളല്ല, എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളുടെ ജീവിതങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. എല്ലാവരും അൾട്ടിമേറ്റ്ലി ഇവിടെ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കർമ്മകൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിലവർ കർമ്മകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നില്ല. സ്റ്റക്കായി നിൽക്കുന്നു എന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. ആ മനസ്സിനെ സ്റ്റക്നെസ്സിൽ നിന്ന് മുന്നോട്ട് എന്ന് കൊണ്ടുപോകാൻ നിങ്ങൾ പഠിക്കുന്നു, അന്ന് നിങ്ങളും യൂണിവേഴ്സുമായിട്ട് ചേർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ നിങ്ങൾക്ക് സ്റ്റക്നെസ് ഫീൽ ചെയ്യില്ല.
നിങ്ങൾക്ക് ഹാപ്പനിങ് ആണ് പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് ടോട്ടലി. ഓക്കെ, നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജി. ഡോഗ് സ്പിരിറ്റ്, ബി ലോയൽ ടു വാട്ട് യു ലവ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഈ ഒരു മാസ്റ്റർ കാർഡുമായിട്ട് എനിക്ക് ചേർത്ത് വെക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പല വ്യക്തികൾ നിങ്ങൾ റിലേഷൻഷിപ്പുകളിൽ സ്റ്റക്കാണെന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കാം ആൻഡ് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കാം. തെറ്റിദ്ധരിക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഒരു റീസൺ, പല വ്യക്തികളും ഈ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തോ ഞങ്ങളുടെ ഈ ബന്ധം മറ്റുള്ള ബന്ധങ്ങളിലെക്കാട്ടിലുമൊക്കെ ഉയർന്നൊരു ബന്ധമാണ്, ആ ഒരു ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ബന്ധങ്ങൾക്കും സ്ഥാനമില്ല, ഇത് എന്തോ ഒരു വലിയൊരു സംഭവം വേറെ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് മനുഷ്യർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഒരുപാട് കൺസൾട്ടേഷൻസിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇത് ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും എന്ന് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്നെ ഇത് ഇങ്ങനെ ഹോണ്ട് ചെയ്യില്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് വിഷമമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം, ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ഇസ് നോട്ട് അബൌട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഓർ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യു ആൻഡ് അനദർ പേഴ്സൺ. ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി ആണെന്ന് മനസ്സിലാക്കുക. ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആക്ച്വലി നിങ്ങളുടെ ഒരു എവല്യൂഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ ഒരു സോളിനെ രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് മാസ്കുലൈൻ എനർജി ഒരാളുടെ ഉള്ളിൽ ഫെമിനൈനുമായിട്ട് ആ രണ്ട് സോള് പൂർണ്ണമല്ല, അതിൻ്റെ മറ്റ് സൈഡ് കിട്ടിയാലേ അത് പൂർണ്ണമാകുള്ളൂ എന്നൊക്കെ പറയുന്ന കോംപ്ലെക്സ് തോട്ട്സ് ഉണ്ട്. അത് വളരെ റോങ് ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ മാസ്കുലൈൻ എനർജിയും ഫെമിനൈൻ എനർജിയും എന്ന് പറയുന്നത് ഒരാത്മാവിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് ഇടതുഭാഗവും വലതുഭാഗവും ഉള്ളതുപോലെ നിങ്ങളുടെ ആത്മാവിൻ്റെ ഇടതും വലതുമാണ്. ഓരോ ആത്മാവും ഒരു വ്യക്തിയിലേക്ക് ജീവചൈതന്യമായിട്ട് കയറി വരുന്ന സമയത്ത് അത് പൂർണ്ണമാണ്. അതിൽ എനർജികളുടെ അളവ് കൂടിയും കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വലത് കൈ ആയിരിക്കും മജോറിറ്റി ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുക. അതിനർത്ഥം നിങ്ങൾക്ക് ഇടത് കൈ ഇല്ല എന്നല്ലല്ലോ. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആണെങ്കിൽ അവർ കൂടുതൽ ഉപയോഗിക്കുക ഇടത് കൈയാണ്, അതിനർത്ഥം നിങ്ങൾക്ക് വലത് കൈ ഇല്ലെന്നല്ല, നിങ്ങൾക്ക് രണ്ടും ഉണ്ട്, ഉപയോഗം കുറവാണ്. അപ്പോൾ ഇവിടെ ഇതിനെ ബാലൻസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ഇത്രയും സ്ട്രെസ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഗ്രൂപ്പ് നമ്പർ 3 ഇവിടെ നമുക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷനിൽ നമുക്കൊരു, അതായത് സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മബന്ധമുള്ള റിലേഷൻഷിപ്സാണ്. ആത്മബന്ധം എന്ന് പറയുമ്പോൾ തന്നെ മാനസിക ബന്ധങ്ങൾ തന്നെ നമുക്ക് മുറിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മനുഷ്യൻ അങ്ങനെയാണ്, അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ മനസ്സും കടന്ന് ആത്മാവുമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് ഉണ്ടെങ്കിലോ, അതിനെയാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് വരുന്ന ബന്ധങ്ങൾ, മുൻപ് തന്നെ ആത്മാവുമായിട്ട് അറിഞ്ഞ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സോൾമേറ്റ് കണക്ഷൻസ്. ആ ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അത് കാർമിക് ആണെങ്കിലും നല്ല കണക്ഷൻ ആണെങ്കിലും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് വിട്ടുപോരാൻ സാധിക്കില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം നിങ്ങളെ ഗ്രോത്തിനാണ് കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ അവിടെ ഈ ഒരു ഡോഗ് സ്പിരിറ്റ് പറയുന്നത് നിങ്ങൾ ലോയലായിട്ട് ഇരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലും നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലുമെല്ലാം. പക്ഷേ ഈ ലോയലിറ്റി കൂടിക്കഴിയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെൻറ്റിലേക്ക് പോകും ഇതെല്ലാം. ഈ അറ്റാച്ച്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഭയം വരാൻ തുടങ്ങും. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവോൾവ് ആയി കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റഡ് ആയി പോകുമോ? ഇതിന് ഒരു എവല്യൂഷൻ സംഭവിക്കുക എന്ത് കാര്യത്തിനും അത് നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈമിൽ സംഭവിക്കേണ്ടതാണ്. അങ്ങനെ ഇവോൾവ് ആകുമ്പോൾ നിങ്ങളും മറ്റു വ്യക്തിയും ഇവോൾവ് ആകുമ്പോൾ അവിടെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റഡ് ആയി പോകേണ്ട ബന്ധമാണ്. അവിടം വരെ അതിന് എക്സ്പയറി ഡേറ്റ് ആണ്, അവിടം വരെ ഉള്ളൂ അതിന് സമയം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഈ ബന്ധങ്ങൾ, ഇപ്പം ഈ ഒരു സ്റ്റാർ കാർഡ് വന്നതുകൊണ്ട് തന്നെ ജം വന്നത് സ്റ്റാർ കാർഡാണ് സൂചിപ്പിക്കുന്നത് ടാരോയിൽ. ദാറ്റ് ഈസ് എ ഹീലിംഗ് പ്രോസസ്സ്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം ഒഴുക്കി കളയുക, ഇമോഷൻസിനെ എല്ലാം ഒഴുക്കി കളയുക, എന്നിട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ളത് ഒക്കെ ഈ റിലേഷൻഷിപ്പിനെയൊക്കെ അങ്ങോട്ട് വേറൊരു തലത്തിൽ മനസ്സിലാക്കുക. ഭൂമിയിലുള്ള ബന്ധങ്ങളെല്ലാം മായയാണ്. ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. നമുക്ക് ഫോർഎവറായിട്ട് അൺകണ്ടീഷണലായിട്ട്
ലവ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഫോറെവർ ആയിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മളോട് മാത്രമാണ്. നമ്മളോടെന്ന് പറയുമ്പോൾ നമ്മളുടെ ആത്മാവിനോടാണ്, അതായത് ഡിവൈനോട്. അത് മാത്രമാണ് നിങ്ങൾക്ക് അൺകണ്ടീഷണലായിട്ടുള്ളത്. മറ്റ് ബന്ധങ്ങളെല്ലാം കണ്ടീഷണലാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ അത് നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഈ ബന്ധം ആ മാറ്റത്തിനെ ട്രിഗർ ചെയ്തു. പിന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ ജേർണിയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നു. പക്ഷെ അതിനർത്ഥമില്ല ഈ ഒരു വ്യക്തി അത് ട്വിൻ ഫ്ലെയിം ആണ്, എൻ്റെ ബെറ്റർ ഹാഫ്. അപ്പം കല്യാണം കഴിച്ചവരെ നമ്മൾ ബെറ്റർ ഹാഫ് എന്ന് പറയുന്നത് അവർ ട്വിൻ ഫ്ലെയിം അല്ലല്ലോ. അപ്പം അതങ്ങനെയൊന്നുമല്ല. ഇത് പല റിലേഷൻഷിപ്പുകളും മനസ്സിൻ്റെ അഡിക്ഷനാണ്. അതിനെ അങ്ങോട്ട് ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന കാരണമാക്കാതിരിക്കുക. അതായത് ഇതിൽ നിന്ന് വിട്ടുപോരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷേ ഈ ട്വിൻ ഫ്ലെയിം എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിൽ ഉറച്ചു കിടക്കുന്നതുകൊണ്ട് അല്ല, അങ്ങനെ വിട്ടുപോകാൻ പറ്റില്ലല്ലോ. കാര്യം ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ വിട്ടുപോകുന്നത് ശരിയല്ലല്ലോ. ഇതൊക്കെയാണ് പ്രോബ്ലം. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ശ്യാമ കാളി, ബ്ലെസ്സിങ്സ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഓക്കെ, ഇത് നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് ഉള്ള ഒരു ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ റൂട്ട് ചക്ര സ്ട്രോങ്ങർ ആകുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സമയം പറയാൻ സാധിക്കുന്ന അഫർമേഷൻസ് എന്ന് പറയുന്നത്, ഐ ലീവ് ഇൻ ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. യെസ്, നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ റിലേഷൻഷിപ്പ് പറയുമ്പോൾ പോലും ഒരു വാതിലാണ് അടഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് പല വാതിലുകൾ തുറക്കും എന്നുള്ളതാണ്. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റ് 99 വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അടഞ്ഞ വാതിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ തുറന്ന വാതിൽ കാണാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു സ്പിരിച്വൽ മെഡിറ്റേഷൻ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ, പിന്നെ ചൈൽഡ് ഹീലിംഗ്, ഇമോഷണൽ ട്രോമ ഹീലിംഗ്, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ്, ഇതൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ്, അപ്പോയിൻമെൻറ്റ്സ് എല്ലാം ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിങ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു എൻലൈറ്റനിങ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ.